ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അധ്യായം 3 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. സഭാപ്രസംഗൻ അധ്യായം 3 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22. ചോദ്യം 2. സഭാപ്രസംഗൻ അധ്യായം 3 ആദ്യത്തെ തലക്കെട്ടെന്ത്? ഉത്തരം ഓരോന്നിനുമുണ്ട് സമയം. ചോദ്യം 3. സഭാപ്രസംഗൻ അധ്യായം 3 ആരംഭിക്കുന്നത് എങ്ങനെ? ഉത്തരം എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ചോദ്യം 4. ആകാശത്തിനു കീഴിലുള്ള സമസ്ത കാര്യത്തിനും എന്തുണ്ട് എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ഒരവസരമുണ്ട്. ചോദ്യം 5. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ പറയുന്നത് എത്ര കാര്യങ്ങളെക്കുറിച്ചാണ്? ഉത്തരം 28. ചോദ്യം 6. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ പറയുന്ന 28 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ജനിക്കാൻ, മരിക്കാൻ, നടാൻ, നട്ടത് പറിക്കാൻ, കൊല്ലാൻ, സൗഖ്യമാക്കാൻ, തകർക്കാൻ, പണിതുയർത്താൻ, കരയാൻ, ചിരിക്കാൻ, വിലപിക്കാൻ, നൃത്തം ചെയ്യാൻ, കല്ല് പെറുക്കിക്കളയാൻ, കല്ല് പെറുക്കിക്കൂട്ടാൻ, ആലിംഗനം ചെയ്യാൻ, ആലിംഗനം ചെയ്യാതിരിക്കാൻ, സമ്പാദിക്കാൻ, നഷ്ടപ്പെടുത്താൻ, സൂക്ഷിച്ചു വയ്ക്കാൻ, എറിഞ്ഞുകളയാൻ, കീറാൻ, തുന്നാൻ, മൗനം പാലിക്കാൻ, സംസാരിക്കാൻ, സ്നേഹിക്കാൻ, ദ്വേഷിക്കാൻ, യുദ്ധത്തിന്, സമാധാനത്തിന്. ചോദ്യം 7. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ 3:2 പറയുന്നത് എത്ര കാര്യങ്ങളെക്കുറിച്ച് ഏതെല്ലാം? 4 കാര്യങ്ങളെക്കുറിച്ച്. ജനിക്കാൻ, മരിക്കാൻ, നടാൻ, നട്ടത് പറിക്കാൻ. ചോദ്യം 8. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ 3:3 പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം? 4 കാര്യങ്ങൾ. കൊല്ലാൻ, സൗഖ്യമാക്കാൻ, തകർക്കാൻ, പണിതുയർത്താൻ. ചോദ്യം 9. കൊല്ലാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം സൗഖ്യമാക്കാൻ ഒരു കാലം. ചോദ്യം 10. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ 3:4 പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം? 4 കാര്യങ്ങൾ. കരയാൻ, ചിരിക്കാൻ, വിലപിക്കാൻ, നൃത്തം ചെയ്യാൻ. ചോദ്യം 11. വിലപിക്കാൻ ഒരു കാലമെന്ന് പറയുന്നതിന് മുൻപ് പറഞ്ഞിരിക്കുന്നത് എന്തിനുള്ള കാലത്തെ പറ്റിയാണ്? ഉത്തരം ചിരിക്കാൻ ഉള്ള ഒരു കാലം. ചോദ്യം 12. സഭാപ്രസംഗൻ 3:4 അവസാനം പറയുന്നത് എന്തിന് ഒരു കാലമെന്നാണ്? ഉത്തരം നൃത്തം ചെയ്യാൻ ഒരു കാലം. ചോദ്യം 13. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ 3:5 പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം? 4. കല്ല് പെറുക്കിക്കളയാൻ, കല്ല് പെറുക്കിക്കൂട്ടാൻ, ആലിംഗനം ചെയ്യാൻ, ആലിംഗനം ചെയ്യാതിരിക്കാൻ. ചോദ്യം 14. കല്ല് പെറുക്കിക്കൂട്ടാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ആലിംഗനം ചെയ്യാൻ ഒരു കാലം. ചോദ്യം 15. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ 3:6 പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം 4. സമ്പാദിക്കാൻ, നഷ്ടപ്പെടുത്താൻ, സൂക്ഷിച്ചു വയ്ക്കാൻ, എറിഞ്ഞുകളയാൻ. ചോദ്യം 16. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ 3:7 പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം? 4 കാര്യങ്ങൾ. കീറാൻ, തുന്നാൻ, മൗനം പാലിക്കാൻ, സംസാരിക്കാൻ. ചോദ്യം 17. തുന്നാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം മൗനം പാലിക്കാൻ ഒരു കാലം. ചോദ്യം 18. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ 3:8 പറയുന്നത് എത്ര കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം 4. സ്നേഹിക്കാൻ, ദ്വേഷിക്കാൻ, യുദ്ധത്തിന്, സമാധാനത്തിന്. ചോദ്യം 19. ദ്വേഷിക്കാൻ ഒരു കാലമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം യുദ്ധത്തിന് ഒരു കാലം. ചോദ്യം 20. ഓരോന്നിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗൻ പറയുന്ന 28 കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം സമാധാനത്തിന് ഒരു കാലം. ചോദ്യം 21. ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ എന്ത് താൻ കണ്ടുവെന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ശ്രമകരമായ ജോലി. ചോദ്യം 22. മനുഷ്യ മക്കൾക്ക് ശ്രമകരമായ ജോലി നൽകിയത് ആര്? ഉത്തരം ദൈവം. ചോദ്യം 23. ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ചോദ്യം 24. കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആര്? ഉത്തരം ദൈവം.
ചോദ്യം 25. എന്തിനെക്കുറിച്ചുള്ള ബോധമാണ് ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത്? ഉത്തരം കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള. ചോദ്യം 26. എന്ത് ആദ്യന്തം ഗ്രഹിക്കാൻ മനുഷ്യന് കഴിവില്ല? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 27. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് ആർക്ക്? ഉത്തരം മനുഷ്യന്. ചോദ്യം 28. എന്തിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ. ചോദ്യം 29. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് എന്താണെന്ന് താൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ദാനമാണെന്ന്. ചോദ്യം 30. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ആരുടെ ദാനമാണ്? ഉത്തരം ദൈവത്തിൻ്റെ. ചോദ്യം 31. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എപ്രകാരമാണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ശാശ്വതമാണെന്ന്. ചോദ്യം 32. ദൈവത്തിൻ്റെ ശാശ്വതമായ പ്രവൃത്തികളോട് എന്തു ചെയ്യാൻ സാധ്യമല്ല? ഉത്തരം എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ. ചോദ്യം 33. എവിടെ നിന്ന് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന്. ചോദ്യം 34. ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ലാതാക്കിയത് എന്തിനു വേണ്ടി? ഉത്തരം മനുഷ്യർ ദൈവത്തെ ഭയപ്പെടുന്നതിന് വേണ്ടി. ചോദ്യം 35. ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഡാഷ്. സഭാപ്രസംഗകൻ 3:15 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉണ്ടായിരുന്നത് തന്നെ. ചോദ്യം 36. ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരുമെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെയാണ്? ഉത്തരം കടന്നുപോയ ഓരോന്നിനെയും. ചോദ്യം 37. കടന്നുപോയ ഓരോന്നിനെയും ദൈവം എന്തു ചെയ്യും? ഉത്തരം യഥാകാലം തിരിച്ചു കൊണ്ടുവരും. ചോദ്യം 38. സഭാപ്രസംഗകൻ അധ്യായം 3 രണ്ടാമത്തെ തലക്കെട്ട്. ഉത്തരം എവിടെയും അനീതി. ചോദ്യം 39. സൂര്യനു കീഴെ ന്യായപീഠത്തിൽ പുലരേണ്ടത് എന്ത്? ഉത്തരം നീതി. ചോദ്യം 40. സൂര്യനു കീഴെ ന്യായപീഠത്തിൽ നീതി പുലരേണ്ടിടത്ത് കുടികൊള്ളുന്നത് എന്ത്? ഉത്തരം തിന്മ. ചോദ്യം 41. എന്തിനെല്ലാമാണ് ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത്? ഉത്തരം ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും. ചോദ്യം 42. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം എന്ത് നിശ്ചയിച്ചിരിക്കുന്നു? ഉത്തരം സമയം. ചോദ്യം 43. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരുന്നത് കൊണ്ട് സഭാപ്രസംഗകൻ എന്ത് വിചാരിച്ചു? ഉത്തരം നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്ന്. ചോദ്യം 44. ദൈവം ആരെയെല്ലാം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഉത്തരം നീതിമാനെയും ദുഷ്ടരെയും. ചോദ്യം 45. മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ എന്തു ചെയ്യുകയാണെന്ന് ഞാൻ കരുതി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം പരീക്ഷിക്കുകയാണെന്ന്. ചോദ്യം 46. എന്ത് കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന്. ചോദ്യം 47. മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം ഒന്ന് ചാകുന്നതുപോലെ തന്നെ മറ്റേതും ചാകുന്നു. ചോദ്യം 48. ഒന്ന് ചാകുന്നതുപോലെ മറ്റേതും ചാകുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കൂട്ടർ ആരല്ല? ഉത്തരം മനുഷ്യമക്കളും മൃഗങ്ങളും. ചോദ്യം 49. ആർക്ക് ആരേക്കാൾ യാതൊരു മേന്മയുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യന് മൃഗത്തേക്കാൾ. ചോദ്യം 50. മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ എന്താണ് പറയുന്നത്? ഉത്തരം എല്ലാം മിഥ്യയാണ്. ചോദ്യം 51. എല്ലാം എന്തിൽ നിന്ന് ഉണ്ടായി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം പൊടിയിൽ നിന്ന്. ചോദ്യം 52. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം ഡാഷ്. സഭാപ്രസംഗകൻ 3:20 പ്രകാരം പൂരിപ്പിക്കുക. പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു. ചോദ്യം 53. പൊടിയിൽ നിന്നുണ്ടായവ എല്ലാം എവിടേക്കാണ് മടങ്ങുന്നത്? ഉത്തരം പൊടിയിലേക്ക്. ചോദ്യം 54. മനുഷ്യന് ഇതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ. ചോദ്യം 55. സഭാപ്രസംഗകൻ 3:2 സമാനമായ പഴയ നിയമഭാഗം. ഉത്തരം ഏശയ്യ 28, 23, 29.
ചോദ്യം 56. സഭാപ്രസംഗകൻ 3:11 സമാനമായ പുതിയ നിയമഭാഗം റോമ 11:33.